ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു 1/4 കപ്പ് തൈര്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ പാകത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഗരം മസാല. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കനിൽ പുരട്ടി വയ്ക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കന് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇനി നമുക്ക് ബട്ടർ ചിക്കനിലേക്ക് ആവശ്യമുള്ള സവാളയും തക്കാളി പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി സവാള ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് വേണ്ടി പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിലും ബട്ടറും ഇട്ട് കൊടുക്കാം. ഈ സവാള നന്നായി വഴന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ തന്നെ തക്കാളി ഇട്ട് വഴറ്റിയെടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. സവാള വഴറ്റിയെടുക്കുന്ന സമയം കൊണ്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കുറച്ച് ബട്ടർ ഒഴിച്ച് ചിക്കൻ അതിലേക്കിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ പീസ് മുഴുവൻ ഇതിലിട്ടിട്ടുണ്ട്. നമുക്ക് സിമ്മാക്കിയിട്ടൊന്ന് അടച്ചു വയ്ക്കാം. സവാള ഒരുവിധം വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് തക്കാളി ചേർത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി ഒന്ന് വഴന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൽ ഞാൻ 3 മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്, 3 വലിയ തക്കാളിയും. സവാളയും തക്കാളിയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം നമുക്കത് അരച്ചെടുക്കാം. നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള സവാളയും തക്കാളിയും ചെറുതായി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 20 കാഷ്യൂ ഞാനിവിടെ കുതിർത്തി വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ബട്ടർ ചിക്കൻ്റെ ഗ്രേവി ഉണ്ടാക്കാം. അതിന് വേണ്ടി പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടറും കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കായും ഗ്രാമ്പും ഒരു 5 പീസ് പട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് അതിലിട്ട് വഴറ്റിയെടുക്കാം. നന്നായി വഴഞ്ഞതിന് ശേഷം നമുക്ക് അതിൽ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി വഴന്നു വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി. ഇനി നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചേർക്കാം. ഞാൻ ഇവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർക്കാം. നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ സവാളയിൽ ഉപ്പിട്ടുള്ളത് കൊണ്ട് ഇനി ലാസ്റ്റ് നോക്കിയതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർത്താൽ മതി. ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. നമ്മളിത് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ചെയ്യാൻ. അതല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള സവാളയും തക്കാളിയും കാഷ്യൂനട്ടും കൂടി അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ഒരു 1/2 മണിക്കൂർ നമുക്കൊന്ന് സിമ്മാക്കി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ ഗ്രേവി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇനി നമുക്കൊരു 20 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് തുറന്ന് നോക്കി നോക്കാം. അപ്പോൾ ഗ്രേവിയുടെ കട്ടിയൊക്കെ പാകമായിട്ടുണ്ടെന്ന്, റോസ് സ്മെല്ലൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ ചേർത്ത് വീണ്ടും ഒരു 10 മിനിറ്റും കൂടി വയ്ക്കാം.
ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഗ്രേവിയൊക്കെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ 2 ടേബിൾ സ്പൂൺ കസൂറി മേത്തി ഒന്ന് ചൂടാക്കി പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട്. അതും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ഗ്രേവി ഒന്ന് ടേസ്റ്റ് നോക്കി നോക്കാം. ഇനി ഉപ്പോ പഞ്ചസാര എന്തെങ്കിലും ചേർക്കണോ എന്നുള്ളതൊന്ന് നോക്കാം. ഇനി ഗ്രേവിക്ക് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമുക്ക് സിമ്മിൽ ഒരു 5 മുതൽ ഒരു 10 മിനിറ്റ് വരെ ഒന്ന് വയ്ക്കാം. ചിക്കൻ ഇട്ട് ഇളക്കി നമുക്കതൊന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബട്ടർ ചിക്കൻ റെഡിയായി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.